അങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരില്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെ. നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യ സമരം നടന്നു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. കുറേ കാലം ഇങ്ങനെ സ്വാതന്ത്ര്യ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളായ കുറേ നേതാക്കന്മാരെ മാത്രമേ അറിയൂ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരോ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നമുക്ക് പരിചയമുള്ളവരെയൊന്നും നാട്ടിൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ല. അതുപോലെയാണ് ഡാനിയുടെ ജീവിതത്തിൻ്റെ പ്രധാന മുഹൂർത്തങ്ങളിലൊക്കെ കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്ന ദിവസങ്ങളാണ്. സൗകര്യപ്പെട്ടാൽ ആ സിനിമ ഒന്ന് പോയി കണ്ടാൽ EMS മന്ത്രിസഭ വന്നതും AK ആന്റണി രാജിവെച്ചതും എല്ലാം ഡാനിയുടെ ജീവിതത്തിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ലെങ്കിലും ആ ദിവസങ്ങളിലൊക്കെ ഡാനിയിലെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ സിനിമ കണ്ടാലേ അത് മനസ്സിലാവണം. എനിക്കൊന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ചന്ദ്രൻ വരുമ്പോൾ പറയുമായിരിക്കും അല്ലേ. ആ ഡാനി അഭിനയിക്കുമ്പോൾ മറ്റേ കാര്യം പറയണം കണ്ടല്ലേ. അത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. ഡാനി സംസാരിക്കുമ്പോൾ ഡാനിയുടെ ഞാൻ ചോദിച്ചു. ആ സൗഹൃദം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പല സിനിമകളുടെയും കഥയും പറയും. ഇനി അങ്ങനെ എല്ലാ സിനിമയുടെ കഥകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും തോക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ഒരാൾ ജയിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ യുദ്ധങ്ങളിലും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരില്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ജയിക്കട്ടെ. അങ്ങനെ ഒരു നീണ്ട സിനിമ ജീവിതമാണ് ചന്ദ്രൻ്റെ. 50 വർഷം എന്ന് പറഞ്ഞാൽ കണക്ക് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പകുതി വയസ്സ്, അത്രയും കാലം അതാണ് എൻ്റെ പകുതി വയസ്സിലാണ് ചന്ദ്രൻ്റെ സിനിമാ പരിചയം, സിനിമ എക്സ്പീരിയൻസ് എന്ന് പറയാറില്ലേ. ചുമ്മാ പറഞ്ഞു, അത് തമാശ പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ കുറച്ച് വയസ്സ് പറയാൻ നോക്കിയതാണ്.